നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് നമുക്ക് പോകാം. ലോസ് ഓഫ് മോഷൻ. ഫസ്റ്റ് ഇയറിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലോസ് ഓഫ് മോഷൻ. ഓക്കെ, അപ്പം അതിനകത്ത് ഓരോന്നായിട്ട് നമുക്ക് പറഞ്ഞു പോകാം. നമുക്ക് വെറുതെ കഥ പറയാൻ സമയമില്ല, ഓരോന്നായിട്ട് ഞാൻ പറയാം. നിങ്ങൾ ഓർമ്മയിൽ നിന്ന് കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് പറയുക. അതിനകത്ത് നമ്മൾ ആദ്യം പഠിച്ചത് ഇനേർഷ്യ എന്തെന്നാണ്. ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ചത്ത് കിടക്കുന്ന സാധനം അതുപോലെ കിടക്കും, നടന്നുകൊണ്ടിരിക്കുന്ന സാധനം നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ചത്ത് കിടക്കുന്ന സാധനത്തിന് തനിയെ എഴുന്നേറ്റ് നടക്കാനുള്ള കഴിവില്ല, ഓടിക്കൊണ്ടിരിക്കുന്ന സാധനത്തിന് തന്നെത്താനെ നിൽക്കാനും കഴിയില്ല. അപ്പോൾ ഒരു ബോഡിക്ക് അത് ഏത് സ്റ്റേറ്റിലാണോ കണ്ടിന്യൂ ചെയ്യുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ടെൻഡൻസിയെ പറയുന്ന പേരാണ് ഇനേർഷ്യ. അപ്പോൾ ഇറ്റ് ഈസ് എ ടെൻഡൻസി ഓഫ് എ ബോഡി ടു കണ്ടിന്യൂ ഇൻ ദ സെയിം സ്റ്റേറ്റ്. സെയിം സ്റ്റേറ്റ് മീൻസ് state of rest or state of uniform motion along a straight line. അപ്പോൾ എന്താണ് inertia? It is a tendency of a body to continue in the same state. The state means state of rest or state of uniform motion along a straight line. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് ന്യൂട്ടൺസ് ലോസ് ആണ്. ന്യൂട്ടൺസ് ലോസ് ഓർമ്മയില്ലേ? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോയെ എന്താ വേറൊരു പേര്? ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ലോ ഓഫ് ഇനേർഷ്യ. എന്താണ് ഈ ലോയെ ഈ പേരിൽ വിളിക്കുന്നത്? ഇനേർഷ്യ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഈ ഫസ്റ്റ് ലോയിൽ നിന്നാണ്. അപ്പോൾ നോക്കൂ, അപ്പോൾ എന്താണ് ഫസ്റ്റ് ലോ പറയുന്നത്? എവരി ബോഡി കണ്ടിന്യൂസ് ടു ബി ഇൻ ഇറ്റ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ അൺലെസ് ആൻ അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ്. എന്താണ്? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയില്ലെങ്കിൽ, അൺബാലൻസ്ഡ് ആയിട്ടുള്ള എക്സ്റ്റേണൽ ഫോഴ്സ് കിട്ടിയില്ല എങ്കിൽ റെസ്റ്റിലുള്ള സാധനങ്ങൾ റെസ്റ്റിൽ തന്നെ ഇരിക്കും, യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈനിലുള്ള സാധനങ്ങൾ ആ അവസ്ഥയിൽ തന്നെ ഇരിക്കും. അപ്പോൾ റെസ്റ്റിലിരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആക്സലേഷൻ എത്ര? 0. ഇനി യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കോൺസ്റ്റന്റ് വെലോസിറ്റി എന്നാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ആണെങ്കിലും ആക്സലേഷൻ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ആക്സലേഷൻ 0 ഉള്ള കേസിലാണ് ഏത് ലോ പറയുന്നത്? ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പൊ ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത് ആക്സലറേഷൻ എത്ര ആയിരിക്കണം? 0 ആയിരിക്കണം. ആ കേസിലാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. സോ ലിസൺ ഹിയർ. അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞത്? ഒരു ബോഡി അതിന്റെ റെസ്റ്റിൽ കണ്ടിന്യൂ ചെയ്യും, അല്ലെങ്കിൽ അത് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഏത് വരെ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വരെ. അപ്പോൾ ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്താൽ റെസ്റ്റിലിരിക്കുന്ന സാധനം ചിലപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം റെസ്റ്റിലും വരാം. അപ്പോൾ ഈ ലോയുടെ പേരാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഇനി അതിന്റെ വേറൊരു പേര് ലോ ഓഫ് ഇനേർഷ്യ എന്നാണ്. ഇനി റെസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ ആക്സലേഷൻ എത്ര? 0. യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് വെലോസിറ്റി ആണ്. അപ്പോൾ ആക്സലേഷൻ എത്ര? 0. അപ്പോൾ ഫസ്റ്റ് ലോയിൽ ആക്സലേഷൻ 0 ഉള്ള കേസിലാണ് ഏത് ലോ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് ലോ ഉപയോഗിക്കുന്നത്. അടുത്ത ലോയുടെ പേരെന്താണ്? സെക്കൻഡ് ലോ. സെക്കൻഡ് ലോയുടെ വേറൊരു പേരെന്താണ്? ലോ ഓഫ് ഫോഴ്സ് എന്നാണ്. ലോ ഓഫ് ഫോഴ്സ്. അതെന്താ അങ്ങനെ വിളിച്ചതിന്റെ കാരണം? ആ ലോയിൽ നിന്നാണ് നമുക്ക് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടിയത്. എഫ് ഈസ് ഈക്വൽ ടു എം എ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ ഇക്വേഷൻ കിട്ടിയത് ഏത് ലോയിൽ നിന്നാണ്? സെക്കൻഡ് ലോയിൽ നിന്നാണ്. എന്താണ് സെക്കൻഡ് ലോ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. ഓർമ്മയുണ്ടോ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിന്. ഇനി ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതല്ലേ ലോ? ഒന്ന് ഓർത്ത് നോക്കൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട്? അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ് നിങ്ങൾ പഠിച്ചത്. എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതുകൂടാതെ ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലും ആയിരിക്കും. ഈ ലോയെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ലോ. ഒന്നുകൂടെ പറയൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആയിരിക്കും ഫോഴ്സിന്. അതുകൂടാതെ ചേഞ്ച് ഓഫ് മൊമെന്റം സംഭവിക്കുന്നത് ഫോഴ്സിന്റെ സെയിം ഡയറക്ഷനിലും ആയിരിക്കും. സോ വാട്ട് ഈസ് ദ ഇക്വേഷൻ വി ഗെറ്റ് അക്കോർഡിംഗ് ടു ദ ലോ? എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇനി അടുത്ത ലോ ഏതാണ്? തേർഡ് ലോ. തേർഡ് ലോയുടെ വേറൊരു പേരെന്താണ്? ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ. ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ. എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഇപ്പൊ ക്ലാസ്സിൽ ശ്രീകുട്ടനെ മൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ ഏൽപ്പിച്ചു. അപ്പൊ ശ്രീകുട്ടൻ ക്ലാസ്സിൽ വരുന്നു, കീപ് സൈലൻസ് എന്ന് പറഞ്ഞ് കൈ വെച്ച് ഡെസ്കിൽ ഒരു ഒറ്റ അടിച്ചപ്പോഴത്തേക്ക് അടിച്ചിട്ട് ആരും കാണാതെ അവൻ തന്നെ ഇരുന്ന് തടവുകയാണ്. എന്താ കാര്യം? ശ്രീകുട്ടൻ ഡെസ്കിന്റെ മണ്ടയ്ക്ക് ഒരു അടി അടിച്ചു കൊടുത്തു. അപ്പൊ ഒരു ഫോഴ്സ് അവിടെ കൊടുത്തില്ലേ?
ആ ഫോഴ്സിനെയാണ് ആക്ഷൻ എന്ന് പറയുന്നത്. ഈ ഡെസ്ക് അതിന് ഈക്വൽ ഫോഴ്സ് തിരിച്ച് അവൻ്റെ കയ്യിൽ കൊടുത്തു കാണും. അത് കിട്ടിയപ്പോഴാണ് ആരും കാണാതെ തടവി ഇറക്കുന്നത്. അപ്പോൾ അവൻ്റെ കയ്യിൽ കിട്ടിയത് റിയാക്ഷനാണ്. അപ്പോൾ ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ലോയുടെ പേരാണ് തേർഡ് ലോ. അപ്പോൾ തേർഡ് ലോയുടെ വേറൊരു പേര് പറയൂ, ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഗിവൺ ബൈ ദ ഫസ്റ്റ് ബോഡി ഓൺ സെക്കൻഡ് ബോഡി. എന്താണ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഗിവൺ ബൈ സെക്കൻഡ് ബോഡി ഓൺ ഫസ്റ്റ്. ഇപ്പൊ നമ്മൾ ഒരു സ്റ്റൂളിന്റെ പുറത്തിരിക്കുന്നു. എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മുടെ വെയിറ്റ് ആണ് അവിടുത്തെ ആക്ഷൻ. അപ്പൊ നമ്മൾ സ്റ്റൂളിന്റെ പുറത്ത് താഴോട്ടൊരു ഫോഴ്സ് കൊടുക്കൂലേ, അതാണ് അവിടുത്തെ ആക്ഷൻ. ഇനി നമ്മുടെ മൂഡ് കുറെ നേരം കഴിയുമ്പോൾ വേദനിക്കുമല്ലോ, അതായിരിക്കും കാരണം. സ്റ്റൂള് നമ്മുടെ മൂട്ടിലോട്ട് തിരിച്ച് മേലോട്ടൊരു തള്ളു തരും. ഇറ്റ് ഈസ് റിയാക്ഷൻ. ആ റിയാക്ഷൻ കിട്ടിയത് കാരണമാണ് നമ്മുടെ മൂഡ് വേദനിക്കുന്നത്. അപ്പൊ നമ്മുടെ മൂഡ് വേദനിച്ചതിന് കാരണം സ്റ്റൂളിൽ നിന്ന് നമുക്ക് കിട്ടിയ എന്താണ്? റിയാക്ഷൻ ആണ്. അപ്പൊ എത്ര ലോ ആയി? 3 ലോ ആയി. ഇനി ഇതിനകത്ത് മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ? മൊമെന്റം എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവം? ഊക്കിന് പറയുന്ന പേരാണ് മൊമെന്റം. അപ്പൊ വെറുതെ നടന്നുപോയ ഒരുത്തനെ എന്ത് ചെയ്തു? അവന്റെ തലയ്ക്ക് ഒരു ചുടുകല്ലെടുത്ത് എറിഞ്ഞു കൊടുത്തു. അപ്പൊ എന്ത് ചെയ്തു? അവന്റെ തലയ്ക്ക് നല്ല ഊക്കിനാണ് എറിഞ്ഞത് അല്ലേ? അപ്പൊ നോക്കൂ, അവൻ ഡിക്ഷണറി ഇല്ലാത്ത പദങ്ങളൊക്കെ തിരിച്ചു വിളിക്കുന്നു. അപ്പൊ അവന്റെ തലയ്ക്ക് കിട്ടിയത് എന്താണ്? ഊക്കിനല്ലേ നിങ്ങൾ എറിഞ്ഞേ? ഊക്കിനെ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? മൊമെന്റം. അപ്പൊ ഊക്കിന്റെ പേരാണ് മൊമെന്റം. ഊക്കിനെ വിളിക്കുന്ന പേരാണ് മൊമെന്റം. അപ്പൊ മൊമെന്റം മൂവ് ചെയ്യുന്ന സാധനത്തിനല്ലേ ഊക്കുള്ളൂ, ചുമ്മാ ഇരിക്കുന്ന സാധനത്തിന് ഊക്കുണ്ടോ? ഇല്ല. അപ്പൊ മൊമെന്റം ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. മൊമെന്റം ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. മൊമെന്റം ഈസ് റെപ്രസെന്റഡ് ബൈ ദ ലെറ്റർ പി. മൊമെന്റം കണ്ടുപിടിക്കാൻ മാസും വെലോസിറ്റിയും കൂടെ ഇൻറ്റു ചെയ്യും. മൊമെന്റം കണ്ടുപിടിക്കാൻ മാസും വെലോസിറ്റിയും കൂടെ ഇൻറ്റു ചെയ്യും. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റം ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. മൊമെന്റത്തിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെലോസിറ്റി എങ്ങോട്ടാണോ അങ്ങോട്ടാണ് മൊമെന്റം. അപ്പോൾ ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. മറക്കരുത്, മൊമെന്റം ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മൂവിംഗ് ബോഡി. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മൊമെന്റം ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് ഇറ്റ്സ് ഡയറക്ഷൻ? സെയിം ആസ് ദാറ്റ് ഓഫ് വെലോസിറ്റി. ഇനി മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താണ്? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് മൊമെന്റത്തിന്റെ യൂണിറ്റ്. ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി അടുത്തത് എഫ് ഈസ് ഈക്വൽ ടു എം എ. നമ്മൾ പഠിച്ചതല്ലേ, എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇത് വെച്ചിട്ട് ഫോഴ്സിന്റെ യൂണിറ്റ് പറയണം. ഫോഴ്സിന്റെ യൂണിറ്റ് പറയൂ, ന്യൂട്ടൺ എന്നാണ്. അപ്പോൾ ഫോഴ്സിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ്? ന്യൂട്ടൺ ആണ്. ന്യൂട്ടൺ ഇക്വലന്റ് ആയിട്ടുള്ള ഒരു സാധനം പറയണം. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം, ആക്സലേഷന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പോൾ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്തിന് ഇക്വലന്റ് ആണ്? ന്യൂട്ടൺ ഇക്വലന്റ് ആണ്. ഇനി വിച്ച് ഇസ് എ ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ്? ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ്. ഫോഴ്സിന്റെ ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് നിങ്ങൾക്ക് അറിയാമോ? ഗ്രാവിറ്റേഷണൽ യൂണിറ്റ് ഓഫ് ഫോഴ്സ് 9th നമ്മൾ പഠിച്ചതാണ്. എന്താണ്? കിലോഗ്രാം വെയിറ്റ് അല്ലെങ്കിൽ കിലോഗ്രാം ഫോഴ്സ് നിങ്ങൾ പഠിച്ചല്ലേ. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9.8 ന്യൂട്ടൺ ആണ്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിംഗ് തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ പറയാം. സോ ലിസൺ. വാട്ട് ഈസ് ഇനർഷ്യ? The tendency of a body to continue in the same state. Then what is first law? First law is otherwise known as law of inertia. Every body continues to be in a state of rest or state of uniform motion along a straight line unless an unbalanced external force acts on it. ഇനി അടുത്ത് ഈ ലോ വാലിഡ് ആവണമെങ്കിൽ റസ്റ്റിലിരിക്കുന്ന ബോഡിയുടെ കേസിലും യൂണിഫോം വെലോസിറ്റിയിലുള്ള ബോഡിയുടെ കേസിലുമാണ്. അപ്പോൾ ആക്സലറേഷൻ എന്താവണം? 0 ആവണം. ദെൻ സെക്കൻഡ് ലോയുടെ വേറൊരു പേര് ലോ ഓഫ് ഫോഴ്സ് എന്നാണ്. ഇനി എന്താണ് സ്റ്റേറ്റ്മെന്റ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫോഴ്സ് ആൻഡ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഇൻ ദ സെയിം ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് എന്നാണ്. ഇനി അടുത്ത് ഈ ഇക്വേഷൻ അനുസരിച്ച് ഈ ലോ അനുസരിച്ച് വാട്ട് ഈസ് ഇക്വേഷൻ ടു കാൽക്കുലേറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇനി അടുത്തെന്താണ്? തേർഡ് ലോ ഓഫ് ആക്ഷൻ ഓർ റിയാക്ഷൻ. എന്താണ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ? ഫോഴ്സ് ഗിവൺ ബൈ ഫസ്റ്റ് ബോഡി ഓൺ സെക്കൻഡ്. വാട്ട് ഈസ് റിയാക്ഷൻ? ഫോഴ്സ് ഗിവൺ ബൈ സെക്കൻഡ് ബോഡി ഓൺ ഫസ്റ്റ്. ഇനി അടുത്ത് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ദേ നെവർ ഗെറ്റ് ക്യാൻസൽഡ് ഈച്ച് അതർ. വൈ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. വൈ എന്ന് നമുക്ക് ചോദിക്കില്ല, എൻട്രൻസിന് ചോദിക്കില്ല, പക്ഷെ നമ്മൾ റീസൺ അറിയണം. എന്താണ്? നിങ്ങളിപ്പോൾ സ്റ്റൂളിന്റെ പുറത്തിരിക്കുന്നു, നിങ്ങൾ ഫോഴ്സ് കൊടുക്കുന്നത് സ്റ്റൂളിന്റെ പുറത്തോട്ടാണ് അല്ലേ? അപ്പോൾ അതാണ് ആക്ഷൻ. ഇനി റിയാക്ഷൻ കിട്ടുന്നത് നിങ്ങളുടെ മൂട്ടിലാണ്. അപ്പൊ രണ്ടും 2 സ്ഥലത്തല്ലേ കിട്ടുന്നത്. അപ്പൊ ക്യാൻസൽ ആവുമോ? ഇല്ല. അപ്പൊ ഈ പേനയുടെ പുറത്ത് ഒരാൾ ഇങ്ങോട്ട് വലിക്കുന്നു, ഒരാൾ അങ്ങോട്ട് വലിക്കുന്നു. ഈ 2 ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണെങ്കിൽ ഈ പേനയുടെ പുറത്തുള്ള നെറ്റ് ഫോഴ്സ് 0 ആയി പോകും.
കാരണം രണ്ട് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ സെയിം പേനയിലാണ്. പക്ഷെ അവിടെ ആക്ഷൻ ആക്ട് ചെയ്യുന്നത് സ്റ്റൂളിലും റിയാക്ഷൻ ആക്ട് ചെയ്യുന്നത് മൂട്ടിലുമാണ്. അപ്പോൾ രണ്ടും ക്യാൻസൽ ആയി പോവോ? ഇല്ല. അപ്പോൾ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ നെവർ ഗെറ്റ് ക്യാൻസൽഡ് ഈച്ച് അതർ. ഇനി ആക്ഷനും റിയാക്ഷനും മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, ഇനി ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഓർത്ത് വയ്ക്കണം. സോ വാട്ട് ഈസ് തേർഡ് ലോ? ടു എവരി ആക്ഷൻ there will be an equal and opposite reaction. അടുത്തേതാണ് മൊമെന്റം. എന്താണ് മൊമെന്റം എന്ന് പറഞ്ഞാൽ? it is a property of a moving body. Momentum is represented by the letter P. Momentum P is equal to mv. Momentum is a vector quantity. Its direction is same as that of velocity. And what is a SI unit of momentum? Kilogram meter per second. Then അടുത്തെന്താണ്? We know the equation F is equal to ma. What is the SI unit of force? Newton. Newton equivalent ആയിട്ടുള്ള സാധനം പറയൂ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തെന്താണ്? What is the gravitational unit of force? What is the gravitational unit of force? Kilogram weight or kilogram force. 1 kilogram weight എന്ന് പറഞ്ഞാൽ എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം.